തിരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞു. എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ ഒരുവിധം പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തു. സത്യത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധത, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭരണവിരുദ്ധത എല്ലായിടത്തും നിറഞ്ഞു നിൽപ്പുണ്ട്. ജനദ്രോഹപരമായ നടപടികളുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ജനങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ BJP-യിലേക്ക് ചേക്കേറുന്നു. മിക്ക സഹാക്കളും, പ്രത്യേകിച്ച് ദേവികുളം MLA എസ് രാജേന്ദ്രനൊക്കെ പ്രകാശ് ജാവേക്കറുമായി സംസാരിച്ചു. പോകുന്ന വഴിക്ക് പ്രകാശ് ജാവേക്കറെ കണ്ട് സംസാരിക്കാൻ കയറിയതൊന്നുമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. കിട്ടേണ്ട സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ BJP-യിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. പിന്നീട് ഇടതുപക്ഷം ചർച്ചയൊക്കെ നടത്തി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ തന്നെ തലതൊട്ടപ്പനായ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനമൊക്കെ ഏറെ ചർച്ചയായതാണ്. എന്തായാലും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണവിരുദ്ധത അത് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ തളർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് പിണറായിയെ ഒരു സ്ഥലത്തും ഇറക്കിയുള്ള ഒരു പ്രചരണത്തിന് പോലും ഇടതുപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയ്ക്കാണ് സ്വപ്ന വീണ്ടും രംഗത്തിറങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തു പറയാനും പല തെളിവുകൾ, ഇതിനു മുന്നേ ED-ക്ക് നൽകിയ തെളിവുകളൊക്കെ ഇപ്പോൾ പുഴുങ്ങാൻ വച്ചിരിക്കുന്നത് പോലെ അത് അങ്ങനെ ഇരിപ്പാണ്. പ്രത്യേകിച്ച് അതിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിനെ ഒക്കെ ED പൊക്കിയെടുത്തോണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും കേരളത്തിലെ ഇത്രത്തോളം അഴിമതി നടത്തിയ അല്ലെങ്കിൽ അത്ര ആരോപണങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ ED എന്തിനിത്ര താമസം കാണിക്കുന്നു, കാലതാമസം എടുക്കുന്നു ചോദ്യം ചെയ്യാൻ ഒക്കെ എന്നുള്ള കാര്യങ്ങൾ പലരും പല സമയം ചോദിക്കുന്നതാണ്. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ സ്വപ്ന ഒരുങ്ങുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. UAE-യിൽ പിണറായി വിജയന്റെ മകൻ UAE-യിലാണ്, അവിടെ ബിസിനസ് ആണ്. പിണറായി ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ നിന്ന് UAE വഴിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇതാ എന്താവശ്യത്തിനാണ് അവിടെ പോകുന്നത്, എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങളുണ്ടോ, എന്തെങ്കിലും പണ നിക്ഷേപങ്ങളുണ്ടോ? നേരത്തെ മകൾക്കെതിരെ ഒക്കെ വലിയ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു. മകളും ഇപ്പോൾ SFIO കൃത്യമായി കാര്യങ്ങൾ മകൾക്കെതിരെയും മകൾ വീണ വിജയനെതിരെയും അന്വേഷിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ സ്വപ്ന സുരേഷ് എന്ത് പറഞ്ഞാലും അത് തിരഞ്ഞെടുപ്പിനെ, ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധത വലിയ രീതിയിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്വപ്ന സുരേഷ് എന്തെങ്കിലും പറഞ്ഞാൽ, നേരത്തെ പല തെളിവുകളുമായി സ്വപ്ന സുരേഷ് രംഗത്തെത്തിയിരുന്നു. പിണറായിയെ മകളെ പൂട്ടും എന്ന് സ്വപ്ന സുരേഷ് വെല്ലുവിളിച്ചിരുന്നു. സ്വപ്ന സുരേഷിനെ കേരളത്തിൽ നിന്ന് ആടി ഓടിച്ചതാണ് പിണറായിയും സഹാക്കന്മാരും. അവരെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ, പക്ഷെ നടു റോഡിൽ കിടക്കേണ്ടി വന്നാൽ പോലും പിണറായിക്കും മകൾക്കും കുടുംബത്തിനുമെതിരെ തന്റെ കയ്യിലുള്ള തെളിവുകൾ കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. തന്നെ കൊല്ലാനായി ആരെങ്കിലും തുനിഞ്ഞാൽ പോലും എത്തിക്കേണ്ടിടത്ത തെളിവുകൾ എത്തുക തന്നെ ചെയ്യുമെന്ന് പല ആവർത്തി സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്. മാത്രമല്ല, അവരുടെ യൂട്യൂബ് ചാനലുകളിലൂടെ അവർ നിരന്തരം ഇത്തരം കാര്യങ്ങൾ പറയുന്നുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ പിണറായി വിജയന്റെ പ്രചരണത്തിന് ഇറക്കാൻ തന്നെ സഹാക്കൾ മടിക്കുന്ന ഈ ഒരു അവസരത്തിൽ, കാരണം പിണറായിയെ കണ്ടാൽ കിട്ടേണ്ട 5 വോട്ട് പോലും കിട്ടില്ല എന്ന് സഹാക്കന്മാർക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, EP ഇടയ്ക്കിടയ്ക്ക് വാ തുറക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. ഗോവിന്ദൻ മാസ്റ്റർ വലിയ രീതിയിൽ മിണ്ടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഇടതുപക്ഷം ഒരു മരണ വീട് പോലെ ആയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വപ്നയും കൂടി വാ തുറന്നാൽ, സ്വപ്നയും കൂടി എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അത് ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും വരും ദിവസങ്ങളിൽ സ്വപ്നയുടെ ഭാഗത്ത് നിന്ന് അത്തരം എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.